മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നണിയിലാണ് പറയേണ്ടതെന്ന് എൽഡിഎഫ് കൺവീനർ വൈക്കം വിശ്വൻ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യും. വരൾച്ച ദേശീയ ദുരന്തമായി കണ്ട് കേന്ദ്രം കൂടുതൽ സഹായം നൽകണം. സർവകക്ഷി സംഘം കേന്ദ്രത്തിനെ റേഷൻ പ്രതിസന്ധി ബോധ്യപ്പെടുത്തണമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, എന്തൊക്കെയാണ് എൽഡിഎഫ് യോഗ തീരുമാനങ്ങൾ? അഞ്ജു, റേഷൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 22-ാം തീയതി സർവകക്ഷി യോഗം ചേരാനും അതിനുശേഷം സർവകക്ഷി സംഘത്തിന്റെ ഒരു പ്രതിനിധി സംഘം ആവശ്യപ്പെടാനും എൽഡിഎഫ് യോഗം സർക്കാരിന് നിർദ്ദേശം നൽകി. വരൾച്ച നേരിടുന്നതിന് എൽഡിഎഫ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം. ഇതിനായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകണം. മുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ ഗൗരവത്തിലുള്ളതാണെന്ന് കരുതുന്നില്ല. എന്നാൽ മുന്നണിയിൽ പറയേണ്ടത് മുന്നണിയിൽ തന്നെയാണ് പറയേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമീപകാലത്ത് സർക്കാരിനെതിരെ CPI ചില വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ CPM-ഉം CPI-യുമായി ഉഭയകക്ഷി ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തും. AK ശശീന്ദ്രന്റെ വീട്ടിലേക്ക് AITUC തൊഴിലാളികൾ മാർച്ച് നടത്തിയതിൽ NCP അതൃപ്തി രേഖപ്പെടുത്തി LDF യോഗത്തിൽ. KSRTCക്ക് കൂടുതൽ സഹായധനം കണ്ടെത്തേണ്ടതുണ്ടെന്ന് LDF യോഗം വിലയിരുത്തി. ഐക്യ കേരളത്തിന്റെ 60-ാം വാർഷികം ഏപ്രിൽ 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ സമുചിതമായി ആഘോഷിക്കും. KS-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്ത് നേരത്തെ നിലപാട് കൈക്കൊണ്ടതാണെന്നും വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അഞ്ജു, ശരി, വ്യക്തമാണ്. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തങ്ങൾ നിരപരാധികളാണെന്നും കേസിൽ കുടുക്കിയതാണെന്നും മുഖ്യപ്രതി പൾസർ സുനി, മണികണ്ഠൻ വിജേഷ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. നടിയെ ആക്രമിച്ചത് കൊട്ടേഷൻ നൽകിയതിനെ തുടർന്നാണെന്ന് പൾസർ സുനി പറഞ്ഞതായി നടി നേരത്തെ മൊഴി നൽകിയിരുന്നു. നിർണായക മൊഴിയാണ് നടിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: സംഭവ ദിവസം മുഖം മറച്ചുകൊണ്ടാണ് സുനി കാറിൽ കയറിയത്. തുടർന്ന് മുഖം പ്രദർശിപ്പിച്ചപ്പോൾ സുനിയെ തിരിച്ചറിഞ്ഞു. ഇത് കൊട്ടേഷനാണ്, സഹകരിക്കണമെന്ന് സുനി ആവശ്യപ്പെട്ടു. സഹകരിച്ചില്ലെങ്കിൽ തമ്മനത്തെ ഫ്ളാറ്റിലെത്തിക്കും. അവിടെ 20ഓളം പേരുണ്ട്. ലഹരിമരുന്ന് കുത്തിവെച്ച് ഉപദ്രവിക്കും എന്ന് സുനി ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടലായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ സംഭവം കൊട്ടേഷനായിരുന്നു എന്ന മൊഴി ലഭിച്ചതോടെ കേസ് വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നതടക്കം പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഇതിനിടെ പൾസർ സുനി, മണികണ്ഠൻ വിജീഷ് എന്നിവർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തങ്ങൾ നിരപരാധികളാണെന്നും കേസിൽ കുടുക്കിയതാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അങ്കമാലിയിലുള്ള തന്റെ വീട്ടിലെത്തിയാണ് പ്രതികൾ വക്കാലത്ത് നൽകിയതെന്ന് അഡ്വക്കേറ്റ് EC പൗലോസ് പറഞ്ഞു. നടിയെ ആക്രമിച്ചതിന് പിന്നിൽ കൊട്ടേഷനാണെന്ന മൊഴിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ ആവശ്യങ്ങൾ. അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ടയ്ക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കാപ്പ ചുമത്തി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം. ഗുണ്ടകളുടെ ലിസ്റ്റ് ഇന്റലിജൻസ് തയ്യാറാക്കി. ജില്ലാ കളക്ടർമാർ, റേഞ്ച് IGമാർ, SP-മാർ എന്നിവർക്ക് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരുടെ പട്ടികയും കൈമാറി. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിനെ തുടർന്നാണ് ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് 2010 ഗുണ്ടകളുടെ പട്ടിക ഇന്റലിജൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ല തിരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 266 പേരുടെയും കൊച്ചി നഗരപരിധിയിൽ മാത്രം 85 പേരുടെയും പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. റേഞ്ച് IGമാർ, ജില്ലാ കളക്ടർമാർ, SP-മാർ എന്നിവർക്ക് പട്ടിക കൈമാറി. ഇന്റലിജൻസ് മേധാവിക്കാണ് മേൽനോട്ട ചുമതല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 30 ദിവസത്തിനകം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി സുനി വീട്ടുകാർക്കും വെറുക്കപ്പെട്ടവൻ. വർഷങ്ങളായി മകനോട് സംസാരിക്കാറില്ലെന്നും വീട്ടുകാർക്ക് സുനിയെ കൊണ്ട് ഉപകാരമില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. കുട്ടിക്കാലം തൊട്ടേ മോഷണമടക്കമുള്ള ദുസ്വഭാവങ്ങൾക്ക് ഉടമയാണ് സുനി. അതിനാൽ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. വീട് വിട്ടു നിൽക്കുന്ന സുനി അപൂർവമായേ വീട്ടിൽ വരാറുള്ളൂവെന്നും സഹായമൊന്നും മകനെ കൊണ്ടില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. എത്ര വർഷമായിപ്പം അവനോട് ഇങ്ങനെ പറയാൻ ഒരു 8-9 വർഷമായി എനിക്കാണ്. വീട്ടിൽ വരുമ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, ഒന്നും ചെയ്യാറില്ല. ഇപ്പം എങ്ങനെ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? പെണ്ണുമ്പിള്ള മെക്കാട് വിളിക്കും, മെക്കാട് പണിക്കും ഉണ്ട്, വാർക്ക പണിക്കും. എനിക്ക് ഒന്നുമില്ല. ഞാൻ ഉഷാരോഗിയാണ്. എന്തായിരുന്നു സുനിയോട് തെറ്റാണ്ടായ കാരണം? തുടക്കത്തിൽ ഇവൻ്റെ സ്വഭാവം മോശമായ രീതിയിൽ വന്നപ്പോൾ ഞാനത് വിട്ടുകളഞ്ഞു. ഞാനൊരു തെറ്റിനും പോകുന്ന ആളല്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിള്ളേർ മിണ്ടാറില്ല.
ഒരക്ഷരം വേണ്ടി സംസാരിക്കാറുമില്ല. മകന്റെ സിനിമാ ബന്ധങ്ങൾ സംബന്ധിച്ച് തനിക്കറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നെടുവേലിക്കുടി വീട്ടിൽ സുനി പൾസർ സുനിയായതിനു പിന്നിലെ കഥ നാട്ടുകാരനായ PK ശിവദാസ് പറയും. തൊട്ടടുത്ത നമ്മുടെ കോപ്പിടിയിൽ മുണ്ടത്തെ പൈപ്പ് മില്ലിൽ ജോലി കയറിയപ്പോൾ അവിടുത്തെ പണം മോഷ്ടിച്ചുകൊണ്ടെന്ന് പുതിയ പൾസർ ബൈക്ക് ഇറങ്ങിയ സമയത്ത് ബൈക്ക് മേടിച്ചുകൊണ്ടുവന്ന രീതിയാണ്. അതാണ് പൾസർ സുനി എന്നതിന് പേര് വരാൻ കാരണം. അന്ന് തുടങ്ങിയ ഒരു ക്രിമിനൽ വാസനയാണ്. അവിവാഹിതനായ സുനിക്ക് അമ്മയും ഏക സഹോദരിയുമാണുള്ളത്. അഭിലാഷ് നിലമ്പൂരിനൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ആക്രമണത്തിനിരയായ നടിയെ മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഫോണിൽ വിളിച്ചു. നടിക്ക് എല്ലാവിധ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. സംഭവത്തിൽ സത്വരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. CPIMന്റെയും തന്റെയും പിന്തുണ കോടിയേരിയും നടിയെ അറിയിച്ചു. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, വിവരങ്ങൾ. അഞ്ജു, എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നടിയെ ടെലിഫോണിൽ അല്പം മുൻപ് വിളിച്ചത്. എല്ലാവിധ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. സർക്കാരും പോലീസും താനും നടിക്കൊപ്പം ഉണ്ടാകും. ഏത് സാഹചര്യത്തിലും ഭയക്കേണ്ടതില്ല. സത്വരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും. പോലീസ് ശക്തമായ രീതിയിൽ ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. പ്രധാന പ്രതികളെ ഉൾപ്പെടെ ഉടനടി പിടികൂടും എന്നും അദ്ദേഹം നടിയെ ഫോണിലൂടെ അറിയിച്ചു. അതോടൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും നടിയെ ഫോണിൽ വിളിക്കുകയുണ്ടായി. CPIMന്റെയും തന്റെ വ്യക്തിപരവുമായ പിന്തുണയും അദ്ദേഹം അറിയിച്ചു. യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. എല്ലാ പിന്തുണയും സർക്കാരും ഒപ്പം CPIMും ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അഞ്ജു, ശരി, ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. സഹപ്രവർത്തകയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലാലു അലക്സും. ഒരു നടിക്കെന്നല്ല മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്നും കുറ്റവാളികളെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്നും നടൻ ലാലു അലക്സ് മുംബൈയിൽ പറഞ്ഞു. നഗരത്തിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ആക്രമണത്തിനിരയായ തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് ഒരേ മനസ്സുമായി മലയാള സിനിമാ ലോകം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചപ്പോൾ മുംബൈയിലുണ്ടായിരുന്ന ലാലു അലക്സും കേരളത്തെ ഞെട്ടിച്ച വാർത്തയോട് പ്രതികരിച്ചു. പക്ഷെ എന്താണേലും ആ ചെയ്തത് ശരിയല്ലല്ലോ. നടിയല്ല ആരാണേലും ചെയ്തത് ശരിയല്ല. പ്രത്യേകിച്ച് എൻ്റെ ഒരു സഹപ്രവർത്തകയാകുമ്പോൾ ഇത്തരം ദുരനുഭവങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലെന്നും കുറ്റവാളികൾക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ലാലു അലക്സ് പറഞ്ഞു. അതൊക്കെ അന്വേഷണം ഉണ്ടാകണം, കണ്ടുപിടിക്കണം. അത് ഇന്നും പേപ്പറിലും ന്യൂസിലും മീഡിയയിലെല്ലാം വന്നതുപോലെ ഒരു ഡ്രൈവർ അങ്ങനെയുള്ളവരൊന്നും കേരളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല. മുംബൈയിൽ വസായി ആസ്ഥാനമായ മലയാളി സമാജത്തിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ലാലു അലക്സ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തമിഴ് താരസംഘടന നടികർ സംഘവും രംഗത്ത്. കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. നടിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളടക്കം ഇന്ത്യൻ സിനിമാ ലോകം ട്വിറ്ററിലൂടെയും രംഗത്തെത്തി. തെന്നിന്ത്യൻ താരങ്ങളായ വിശാലും സാമന്തയും സിദ്ധാർത്ഥും ട്വിറ്ററിലൂടെ പിന്തുണ അറിയിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൃഷ്ണദാസ് ഇടക്കാല ജാമ്യം നേടിയതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി നാളെ കോടതിയിൽ പരിഗണിക്കും. ഇതിനിടെ രണ്ടാം പ്രതി സർജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തൃശൂർ ജില്ലാ കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. വസ്തുതകൾ മറച്ചുവെച്ചും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് കൃഷ്ണദാസ് മുൻകൂർ ജാമ്യം നേടിയതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും. പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ഈ മാസം 16-ന് കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി 5 ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. കോളേജിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു കൃഷ്ണദാസിന്റെ ആവശ്യം. എന്നാൽ ഹർജി സമർപ്പിക്കുന്നതിന് മുൻപായിരുന്നു യോഗം ചേർന്നതെന്ന് പിന്നീട് വ്യക്തമായി. മാത്രവുമല്ല, പ്രസ്തുത യോഗത്തിലേക്ക് കൃഷ്ണദാസിനെ ക്ഷണിച്ചിരുന്നില്ലെന്നും ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. കൃഷ്ണദാസിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ഹർജി സമർപ്പിക്കുന്നതിന് മുൻപായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കിരൺ നാരായണൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ മഞ്ചേരി ശ്രീധരൻ നായരുമായി കൊച്ചിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടെ കേസിലെ രണ്ടാം പ്രതിയും നെഹ്റു കോളേജ് PROയുമായ സഞ്ജിത് കെ വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തൃശൂർ ജില്ലാ കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇപ്പോൾ കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സഹപ്രവർത്തകർ ഒന്നടങ്കം തിരുവനന്തപുരത്ത് ഒത്തുചേർന്നിരിക്കുന്നു. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക്.
ഇനി കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വേദനയെങ്കിലും എനിക്ക് കരഞ്ഞു മറക്കാമായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് സങ്കടകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിലെപ്പോഴും ഒരു കാര്യമുണ്ടാവുമ്പോൾ ആളുകൾ രണ്ട് പക്ഷം പിടിക്കും. ഒരു പക്ഷം എന്തെങ്കിലും കാര്യത്തിന് ചെറിയ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പോയിന്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം നടന്നാലും അതുണ്ട്. അതിപ്പോൾ സിനിമയിൽ ആണെങ്കിൽ തന്നെയും ചെറിയ ചെറിയ സമരങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോൾ അത് എടുക്കാനായിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെളിവാറി എറിയുന്ന ഒരു പ്രവണത എന്നും നടക്കുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോഴും ചില വ്യക്തികളെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് അവരാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്ന രീതി വരെ എത്തി വളരെ മോശമായ രീതിയിൽ, വളരെ മ്ലേച്ഛമായ രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ചില രാഷ്ട്രീയ നേതാക്കൾ വരെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുമാത്രമല്ല, ഇപ്പം ഇത് നമ്മളെ എന്നും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ പറയുന്ന എന്നും നമ്മളെ കാറി കയറ്റി കൊണ്ടുപോകുന്ന നമ്മുടെ ഡ്രൈവർമാർ, അവരാണ് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ. അവർ രാവിലെ 4:30 മുതൽ രാത്രിയിൽ 12:30 മണി വരെയോ 2 മണി വരെയോ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നിങ്ങളെയൊക്കെ സുരക്ഷിതരായിട്ട് എപ്പോഴും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലും എത്തിക്കുന്ന ആൾക്കാരാണ് അവർ. അവരുടെ നേരെ വരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാധ്യമങ്ങളും കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം അവർ ന്യൂസ് കൊടുക്കാൻ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പലരും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം നമ്മുടെ ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞൊരു യൂണിയൻ ഉണ്ട്. അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഇതിനായിട്ട് നമ്മുടെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഡ്രൈവേഴ്സ് അവർ ശരിക്കും ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി പോലും അവർ തന്നെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സഹോദരിമാരെയും അവർ കൃത്യമായി അവരുടെ വീടുകളിലോ താമസ സ്ഥലത്തോ എത്തിക്കാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യുന്ന അവരെ പോലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, കുറച്ച് പേര് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അതിന് നമ്മൾ തടയിടണം. അതിനെന്ത് ചെയ്യണം എന്നുള്ളത് മറ്റന്നാൾ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട്, അവിടെ ആലോചിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുണ്ടാളെന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പൊരു അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് മിനിഞ്ഞാന്ന് ജോണി സാഗരിക എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതേ പ്രതിയാണ് അന്നത്തെയും ആളെന്നുള്ളത്. പക്ഷെ അന്ന് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആ കംപ്ലൈൻറ്റിന് ഒരു മറുപടി പോലും തരാത്ത പോലീസുകാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 3 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ 3 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു, ഇതെന്തായി കാര്യം എന്ന്. ഒരു മറുപടിയുമില്ല. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ആൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ്. ഒളിവിൽ പോയ ആൾ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഭീമാകാരനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളെ അന്ന് ഇത് പിടിച്ചിരുന്നെങ്കിൽ, അന്ന് ഇതിനൊരു തടയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിന് ഉത്തരവാദി ആരെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്ന് അയാളെ പിടിച്ച് ജയിലിലിടുക ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത് ഉണ്ടാവില്ലായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ, എല്ലാ സ്ഥലത്തും സിനിമാ താരങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു സെക്യൂരിറ്റി ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ബൗൺസേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ബൗൺസേഴ്സ് നമ്മൾ പല സ്ഥലത്തുനിന്നും അവരെ വളരെ സേഫായിട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ ബൗൺസേഴ്സിനുള്ളത്. എവിടാണെങ്കിലും ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും അവർ വളരെ കൃത്യമായിട്ട് ഇവരെ എത്തിക്കും. പക്ഷേ അതിൻ്റെ ഇടയിലും ഇപ്പോൾ കുറേ ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എവിടുന്നോ കുറേ മസിൽ പെറുക്കി ഇറങ്ങിയ ആൾക്കാർ ഒരു കറുത്ത ബനിയനും ഒക്കെ ഇട്ട് ഇതിൻ്റെ അകത്ത് വന്നു കൂടിയിട്ടുണ്ട്. അതും നമ്മൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾക്കൊരു പുനഃപരിശോധനയുടെ ഒരു ആവശ്യം വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എല്ലാവരും ഉണ്ട് സംസാരിക്കാനായിട്ട്. ഞാൻ തുടക്കം എന്നുള്ള നിലയിൽ ഫിലിം ഫ്രട്ടേണിറ്റി ഇവിടെ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ വിളിച്ച എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിനകത്ത് നമ്മൾ ഒത്തിരി കണ്ടു. ജിഷമാരെയും സൗമ്യമാരെയും നിർഭയമാരെയും ഒക്കെ ഒത്തിരി കണ്ട ഇന്ത്യയും കേരളവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഗോവിന്ദചാമിമാരൊക്കെ ഇപ്പം സുഖമായിട്ട് ഇങ്ങനെ വിലസി നടക്കുന്നു, ചില വക്കീലന്മാരുടെ സഹായത്തോടു കൂടി. അപ്പോൾ അവർക്കൊക്കെ കിട്ടേണ്ട പണിഷ്മെന്റ്, ഞാൻ പറയുന്നു, ഇതുപോലത്തെ ആൾക്കാർക്ക് കൊടുക്കേണ്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ്. വേറെ ഇതിൽ കുറഞ്ഞതൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതൊന്നുമില്ല. ഈ നിയമത്തിന്റെ പഴുതുകൾ കൂടി ചാടി രക്ഷപ്പെട്ടു പോവുകയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഇത് ഉണ്ടാവാതിരിക്കട്ടെ. മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള, സിനിമയിൽ മാത്രമല്ല, ഒരു സഹോദരിമാർക്കും, കേരളത്തിലെ ഒരു അമ്മമാർക്കും ഒരു സഹോദരിമാർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇനിയും ഒത്തിരി പേരുണ്ട് സംസാരിക്കാൻ. ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ MLA ശ്രീ VS ശിവകുമാർ. ഇവിടെ ശ്രീ സുരേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ ഇത്രയധികം ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം സമീപകാലത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ വീടിനകത്തിരുന്ന, ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിഷ എന്ന് പറയുന്ന പെൺകുട്ടിയും ട്രെയിനിൽ യാത്ര ചെയ്ത സൗമ്യ എന്ന കുട്ടിയും ഇതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇത് അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടി എറണാകുളം പോലെ ഏറ്റവും വലിയ, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയ വലിയ കൊമേഴ്സ്യൽ സിറ്റി, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി എന്ന് തന്നെ പറയുന്ന ഒരു നഗരത്തിൽ അർദ്ധരാത്രിയൊന്നുമല്ല, സന്ധ്യ കഴിഞ്ഞ സമയത്ത് തന്നെ ആ കുട്ടിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന് തന്നെ, നമ്മുടെ നാടിന് തന്നെ അപമാനകരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. സാംസ്കാരികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് അറിയുമ്പോൾ നാം ഓരോരുത്തരും തലകുനിക്കേണ്ടതാണ്, ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇതുവരെ കൊച്ചി നഗരം സ്മാർട്ട് സിറ്റി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കൊച്ചി നഗരം, കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി ഒരു ക്രൈം സിറ്റിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനെ തടയാൻ നമുക്ക് കഴിയുന്നില്ല. അതിലുപരിയായി ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാരകനായിട്ടുള്ള ആളിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നൊരു സംവിധാനമാണ്. ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അതിലുപരിയായി ഇത് കഴിഞ്ഞ് അന്വേഷണം നടത്തി കോടതിയിൽ പോയാൽ പോലും നമ്മുടെ സഹോദരിമാരെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സൗമ്യ വധക്കേസ് പോലെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ, ദുഃഖകരമായ ഒരു സംഭവം. ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കാതിരിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ളത്. ഇത് സമൂഹത്തിൻ്റെ ഒരു മാനസികമായ, നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ നിലയിൽ മാറ്റം വരണം എന്നുള്ളതാണ്. കൂടുതലായിട്ടുള്ള, കർശനമായിട്ടുള്ള നിയമങ്ങൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാവുകയും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ മാനസികമായിട്ടുള്ളൊരു സമീപനത്തിൽ വ്യത്യാസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരിയുടെ ഈ ദുഃഖകരമായ ഒരു സാഹചര്യം, അതിനുള്ള ഉത്തരവാദപ്പെട്ട, അതിൻ്റെ
ഈ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ പെട്ടെന്ന് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായിട്ട് മറ്റ് പ്രസംഗങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കാണില്ല. ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നമ്മുടെ എല്ലാം അഭിമാനമായ നമ്മുടെ ഒരു സഹോദരി, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു. വളരെയധികം സെക്യൂരിറ്റി സംവിധാനങ്ങളൊരു നഗരമാണ്. ആ നഗരത്തിൽ ഇത്രയധികം സമയം കുട്ടിയെ കാണാതിരുന്നിട്ട് അതിനൊന്ന് അന്വേഷിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അതിനിവിടെ ഈ നമ്മുടെ സിനിമാ രംഗത്തുള്ള അതുപോലെ തന്നെ പൊതുരംഗത്തുള്ള ആളുകൾ ആ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാവിധമായ പിന്തുണയും നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഞാൻ ഇന്നലെ സുരേഷുമായി സംസാരിച്ചു. നമ്മൾ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു കൂട്ടായ്മ വെക്കണം എന്ന് ഞാനാണ് സുരേഷിനോട് സംസാരിച്ചത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും ആളുകൾ ഈ കാര്യത്തിൽ വന്നു. നമ്മുടെ ഇടയിലുള്ള ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ നമുക്ക് ഉയർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ എം രഞ്ജിത്ത്. പ്രിയപ്പെട്ട് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷമായി. പക്ഷെ ഇത്തരം ഒരു സംഭവം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അനുഭവത്തിലോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായത്. നമ്മളെല്ലാവരും സാധുക്കളെ പോലെ ഇരിക്കാതെ എൻ്റെ അഭിപ്രായം വളരെ ശക്തമായി പ്രതികരിക്കണം. കാര്യം ഇത് ഒരിക്കൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് പലതവണ ഇപ്പോൾ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്, നമ്മൾ ഭയന്ന് പറയാതിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സുരേഷ് ഏട്ടൻ പറഞ്ഞ സംഭവത്തിന് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേഷനിൽ പോവുകയും അന്ന് കൊടുക്കുകയൊക്കെ 6 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ട് അതിന് ഒരു ഉത്തരവും നൽകാതെ പോയ അതേ ആളുകൾ നമ്മളുടെ മുമ്പിൽ തന്നെ പിന്നീടും പല വണ്ടികളിലും ഡ്രൈവർമാരായി വരുന്നത് ഞങ്ങൾ കണ്ടു. ഞാനിതിൻ്റെ വിശദമായ കാര്യം അന്വേഷിച്ചപ്പോൾ അതിൽ പറഞ്ഞത് ഈ പറയുന്ന സ്റ്റുഡിയോയിൽ നിന്നും ഡബ്ബിങ്ങിന് എന്ന് പറഞ്ഞ് വിളിക്കാൻ പോയ വാഹനത്തിൽ അന്ന് പോവേണ്ടതിരുന്നത് ഈ പൾസർ സുനിൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ സുനിൽ അവിടെ കുറച്ച് ദിവസമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽ ഒരു പെട്ടെന്ന് പറയുകയാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ല, അതിന് തൽക്കാലം ഇതിനൊരു പകരം ഡ്രൈവർ എന്ന് വെച്ചാൽ പകരം ഡ്രൈവർ കുറച്ച് ദിവസമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഡ്രൈവർ ഈ വാഹനം ആയിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ ഈ സുനിൽ എന്ന് പറഞ്ഞ ആള് ഈ സ്റ്റുഡിയോയിൽ വരികയും സുനിലിനെ കണ്ടപ്പോൾ എന്നാൽ സുനിൽ തന്നെ പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ സുനിലിന് കുറച്ച് പൈസ അന്നത്തെ ദിവസം വരെ വർക്ക് ചെയ്തതിൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു. ആ പൈസ കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പൈസ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതിനിടയിൽ അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് പൈസയൊക്കെ കിട്ടിയ ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ പറയുന്ന മാർട്ടിൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മാർട്ടിൻ പോകുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു സമൂഹത്തിലും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം, അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളുടെ നേരെ വരുന്ന ഈ ആക്രമണം കൂടി വരുന്ന ഒരു അവസ്ഥയിൽ ഇതിനെതിരെ നമ്മൾ ഒരു സാധാരണ നിലയിലുള്ള ആളുകൾ പ്രതികരിക്കാതെ പോകുന്ന എത്രയോ പേരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ കേരളത്തിൽ ജീവിക്കണം, ഞങ്ങൾക്കും ജീവിക്കണം എന്ന് ഉറച്ച് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇതിനെതിരെ പോരാടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പന്തളം സുധാകരൻ. ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ഓർമ്മയിൽ വളരെയധികം വേദനയും ഭീതിയും ഉണർത്തുന്ന ഇത്തരത്തിലൊരു സംഭവം ആദ്യത്തേതാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളം പോലെയുള്ള നമ്മുടെ ഒരു സംസ്ഥാനത്തിന് ഒരിക്കലും ഭൂഷണമല്ലാത്ത അതിഭീകരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ പോലും നാണം കെടുന്ന കാര്യം. ഇപ്പോൾ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി, അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ചലച്ചിത്ര മേഖലയിലുള്ളവരും ഈ ആക്രമണത്തിന് വിധേയയായ പ്രിയ സഹോദരിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യസ്നേഹികളും ആശ്വാസവാക്കുകളുമായി എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് ഇന്നലെ വൈകിട്ട് ശ്രീ സുരേഷ് രഞ്ജിത്ത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊഴിൽ ഇടങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള ബാധ്യത നമുക്കെല്ലാം പരസ്പരമുണ്ട്. അതിനാണ് ഒരു ഭീഷണി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒറ്റക്കെട്ടായുള്ള ഒരു മുന്നേറ്റമാണ് ആവശ്യം. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നത് ആശ്വാസമുണ്ടാകുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മുടെ ചലച്ചിത്ര രംഗത്തെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ സഹോദരിക്ക്, ആ കലാകാരിക്കുണ്ടായ ആ വേദന അത്ര വേഗം മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ ശ്രീ സുരേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെ നേരത്തെ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ വർഷങ്ങളായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഗുണ്ടായിസം പല മേഖലകളിലുമുണ്ട്. അതിന് വളം വെക്കുന്നത് രാഷ്ട്രീയ ഗുണ്ടായിസ പോലീസ് കൂട്ടുകെട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവർക്ക് സംരക്ഷണം നൽകുന്നത്, ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകുന്ന പോലീസാണ്, പോലീസിന് സംരക്ഷണം നൽകുന്നത് രാഷ്ട്രീയക്കാരാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അതിനെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകേണ്ടത്. ഇവിടെ ഒരു സെലിബ്രിറ്റി എന്നതിനേക്കാൾ ഒരു സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്തൊരവസ്ഥ, അതിന് ആളൂരിനെ പോലുള്ള നെറികെട്ട മൃഗതുല്യന്മാരായ വക്കീലന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കടക്കുന്നില്ല. പക്ഷേ ഇത് നിസ്സാരമായി കാണരുത്. ഈ അനുഭവം നാളെ നമ്മുടെ മറ്റൊരു സഹോദരിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്നേ നമ്മൾ ശക്തമായ നിലപാട് എടുത്തെങ്കിൽ മാത്രമേ കഴിയൂ. സർക്കാർ വളരെ ശക്തമായ, ആഭ്യന്തര വകുപ്പ് വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ സർക്കാരിൻ്റെ ആ നീക്കത്തിനും കൂടുതൽ ഒരു പ്രചോദനം ഉണ്ടാകണമെങ്കിൽ, കരുത്തുണ്ടാകണമെങ്കിൽ നമ്മുടെ ഈ ഫിലിം ഫെറ്റേണിറ്റി, അതുപോലെ തന്നെ സിനിമ ആസ്വാദകർ, കലാകാരന്മാർ എല്ലാവരും ഒരു കുടക്കീഴിൽ എന്ന പോലെ നിന്നുകൊണ്ട് ആ സഹോദരിയുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കെല്ലാം മാനസികമായ പിന്തുണയും നൽകിക്കൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത്, അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. നമ്മളൊരു പക്ഷേ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നതും നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നതും നമ്മുടെ ഡ്രൈവർമാരുടെ നിന്നാണ്. നമ്മൾ സാരഥി എന്നാണ് പറയുന്നത്. നമ്മൾ പാതിരാത്രി ഏതെല്ലാം സ്ഥലങ്ങളിൽ എവിടെയൊക്കെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നവരാണ്. അപ്പം നമുക്ക് മറ്റാരേക്കാൾ നമ്മൾ വിശ്വസിക്കുന്ന ഡ്രൈവർമാരിൽ നിന്ന് പോലും ഇനി നമ്മൾ ആരെ വിശ്വസിക്കും? ഈ ഒരു അപകടകരമായ അവസ്ഥ, ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള കൂട്ടായ്മ കൊണ്ടേ കഴിയുള്ളൂ. അതിന് മുന്നോട്ട് വന്ന എല്ലാവരെയും ഞാനും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കെല്ലാ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ശ്രീ KP കുമാരസ്വാമി. ഡൽഹിയിൽ നടന്ന നിർഭയ കേസിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഭയാനകമായ സംഭവമാണ് മിനിഞ്ഞാന്ന് രാത്രി കൊച്ചിയിലുണ്ടായത്. നിർഭയയുടെ സംഭവം നടന്ന ഉടനെ ഡൽഹിയിലെ യുവജനങ്ങൾ മുഴുവൻ രാഷ്ട്രപതി ഭവന് മുമ്പുള്ള വലിയ ബോട്ട് ക്ലബ്ബിൽ നിരന്ന് വലിയ പ്രൊട്ടസ്റ്റ് നടത്തി. ഇന്ത്യൻ സമൂഹത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ, ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ മാറ്റമുണ്ടാക്കിയ റിയാക്ഷനായിരുന്നു, ഇതായിരുന്നു അവിടെ നടന്നത്. പക്ഷേ ഭാവന എന്ന പെൺകുട്ടിയെ 10-15 വയസ്സുള്ളപ്പോൾ തൊട്ടേ മലയാളികൾക്കറിയാം. ആ കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ
നമുക്ക് അത്രേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തൊട്ട് ഭാവന മലയാളികളുടെ കണ്ണിലുണ്ണിയ ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ മലയാളി സമൂഹം ഡൽഹിയിൽ നടന്നത് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യം. ഇത് ഫിലിം ഫ്രറ്റേണിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ സിനിമാ രംഗം വളരെ വലിയ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ട ഒരു സമയമാണിത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ഭയാനകമായ സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനലൈസേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനലൈസേഷൻ, ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളും നടക്കുന്ന ക്രിമിനലൈസേഷൻ 3-4 ദശകങ്ങൾ നടക്കുന്ന അതിൻ്റെ ഒരു ഏറ്റവും സ്ഫോടകമായ സംഭവം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ കേരള സമൂഹം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതാണ്. സിനിമാ ലോകവും ആത്മപരിശോധനയ്ക്ക് തയ്യാറേണ്ടതാണ്. കാരണം സിനിമകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. സമൂഹത്തിൻ്റെ പ്രതികരണം, സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ് സിനിമ എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന മസിൽ പവറിൻ്റെയും മണി പവറിൻ്റെയും കളി അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട സംഭവമാണിത്. ഭാവനയ്ക്ക് സംഭവിച്ച കാര്യം തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട കാര്യമല്ല. അത് നിരന്തരം കേരള സമൂഹത്തിൽ കുറേ കാലം നടക്കുന്ന പല പല ക്രിമിനൽ സംഭവങ്ങളുടെയും ഒരു ഏറ്റവും പ്രകടമായ, ഏറ്റവും അവിശ്വസനീയമായ സംഭവം മാത്രമായിട്ട് ഞാനിതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ ഈ രാജ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഗവർണർ മുതൽ മുഴുവൻ ആളുകളും പ്രകടമായി രംഗത്ത് വന്ന് എന്തുകൊണ്ട് ഇത് നടക്കുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നു, ഇന്ത്യയിൽ എന്തുകൊണ്ട് നടക്കുന്നു, എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് നിഷ്ക്രിയമാവുന്നു, എന്തുകൊണ്ട് പോലീസ് ക്രിമിനൽ ഗാങ്ങിൻ്റെ ഭാഗമാവുന്നു, എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ അങ്ങനെ ആവുന്നു, അതിൻ്റെ പിറകിലുള്ള പണത്തിൻ്റെ പിടിപാടുകൾ, അന്തർദേശീയമായിട്ടുള്ള പണത്തിൻ്റെ ശൃംഖലകൾ കേരളത്തിൽ ധാരാളമായിട്ട് നടക്കുന്നു. ഇത് കഴിഞ്ഞ എത്രയോ കേസുകൾ നടക്കുന്നു. ഈ കേസുകളിലെല്ലാം സിനിമാ രംഗത്ത് നടക്കുന്ന ഇതുപോലെ ഭാവനയോടുള്ള പോലെ അത്രയും ഭീകരമല്ലെന്ന് പറഞ്ഞാലും ഇതൊക്കെ ചേർന്ന് തന്നെ ഒരു ഒറ്റ ഇതായിട്ട് തന്നെ കാണേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് ഒരു തുടക്കമായിട്ടെടുത്താൽ നമ്മൾ പതിവ് പോലെ ഇതിനെക്കുറിച്ച് ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാവരും പ്രതികരിക്കുന്നു, പത്രങ്ങൾ വരുന്നു, അത് പിന്നീട് മറക്കുന്നു. പക്ഷെ ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തെ ശുദ്ധീകരിക്കുവാൻ, സിനിമയെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ കേരളീയ സമൂഹത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമെങ്കിൽ, ഇത് ഒരു പാഠമാകുമെങ്കിൽ നല്ലത്. നമുക്ക് കുറച്ച് സമാധാനം ജീവിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ വളരെ നിരാശാജനകമായിരിക്കും കേരളത്തിൻ്റെ ഭാവി. കാരണം എന്ത് ക്രിമിനൽ ആക്ഷനും ഏത് ക്രിമിനലിനും സപ്പോർട്ട് ചെയ്യാനുള്ള വലിയ പണാധിപത്യവും രാഷ്ട്രീയാധിപത്യവും ഔദ്യോഗികാധിപത്യവും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇത് നേരിടാൻ തയ്യാറാവാതെ നമ്മൾ വെറുതെ സങ്കടം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് സങ്കടത്തിൻ്റെ പ്രശ്നം, ഇത് പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ ശരിയ വിപ്ലവാത്മകമായ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങളൊരു അപകടകരമായ ഒരു ചെങ്കുത്തായ സ്ഥലത്താണ് നിൽക്കുന്ന ഈ സമൂഹം. ഏത് സമൂഹത്തിൽ തരിപ്പണമാകാം. നമ്മുടെ കുടുംബ ജീവൻ തകരുന്നു. എല്ലാ തരത്തിലും നമ്മൾ എത്രയോ വിവാഹമോചന കേസുകൾ നടക്കുന്നു. നമ്മുടെ സീരിയലുകൾ നടക്കുന്ന കഥകൾ കാണുമ്പോൾ നമുക്ക് അവിശ്വസനമായി തോന്നും. പക്ഷെ അതിനേക്കാളും മോശമാണ് സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു കൂട്ടായ ആത്മപരിശോധനയും ശരിയായൊരു പ്രവർത്തന പരിപാടി ഉണ്ടാക്കുന്നില്ലെങ്കിൽ കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ കരമന ഹരി. പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാവരും പ്രകടിപ്പിച്ച വികാരം തന്നെയാണ് നിങ്ങളൊരാളെന്ന രൂപത്തിൽ എനിക്കുമുള്ളത്. ഒരിക്കലും സംഭവിച്ചുകൂടാത്ത കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കപ്പെടുകയാണ്. സുരേഷ് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, നമ്മൾ ആരെ കൂട്ടണം, ആരൊക്കെയാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കേണ്ട സന്ദർഭം കൂടി വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ സിനിമാ രംഗത്തുള്ള ആളിന് മാത്രമല്ല, സമൂഹത്തിൽ ആർക്കും സംഭവിച്ചുകൂടാത്തതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ആശ്വാസം എന്നുള്ളത്, സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിന് എന്ത് നടപടിയാണോ സ്വീകരിക്കപ്പെടേണ്ടത് അതിനുള്ള എല്ലാ ശക്തമായ നടപടികളും
ഭരണാധികാരികളും പോലീസും എടുത്തിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആശ്വാസമേകുന്നതായി മാറപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായിട്ടും പോലീസിൻ്റെ അത്തരം നടപടികൾ കൂടുതൽ ശക്തിപ്പെടാൻ നമ്മുടെ ഇത്തരം കൂട്ടായ്മകൾ, പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങളെല്ലാം ഒരു നിമിത്തമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ പ്രതിഷേധത്തിൽ ഞാൻ എൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നടത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ചാരുപാറ രവി. ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ പലരും പ്രകടിപ്പിച്ച വികാരം പൊടുന്നനെ ഉണ്ടായ ഒരു സംഭവം പോലെയാണ് കേരളത്തിൽ സഹോദരിക്ക് നേരെ ഉണ്ടായ അക്രമത്തെപ്പറ്റി കാണുന്നത്. ഇത് ഇവിടെ ശ്രീ KP കുമാരൻ പറഞ്ഞതുപോലെ വളരെ കാലങ്ങളായി കേരളത്തിൽ നിത്യേന എന്നവിടെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഞാൻ ഈ സഹോദരി അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് പുറത്ത് പറയുവാനും അതിന് നേരിടുവാനും ആ സഹോദരി കാണിച്ച ധീരോദാത്തമായ നിലപാട്, അതിനെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ എസ്റ്റിമേറ്റ് അവിടെ ഊടുവഴികളിലൂടെ ക്യാമറ വയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത് 5 കോടി രൂപ അതിൽ വേണമെന്നാണ് ഇന്നത്തെ പത്രത്തിൽ വായിച്ചത്. അപ്പം അതാണ് ആദ്യം ഊടുവഴികളിൽ ക്യാമറ വെച്ചതുകൊണ്ടല്ല, ഇത്തരം ദുഷ്ടന്മാരെ അവരെ ഒതുക്കുന്നതിനാവശ്യമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. ഈ ഐക്യദാർഢ്യത്തിൽ, ഈ കൂട്ടായ്മയിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ശ്രീമതി ഭാഗ്യലക്ഷ്മി. സിനിമാ ലോകം ഈ വിഷയം മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ചുറ്റും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇവിടെ 1 വയസ്സായ കുഞ്ഞു മുതൽ 85ഉം 90ഉം വയസ്സായ സ്ത്രീകൾ വരെ സുരക്ഷിതരല്ല. പക്ഷേ നമ്മുടെ ഇടയിൽ ഒരു സുഹൃത്തിന്, ഒരു സഹോദരിക്ക്, ഒരു അനിയത്തിക്ക്, ഒരു മകൾക്ക് ഇത് സംഭവിച്ചപ്പോൾ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വേദന അനുഭവിച്ചു തുടങ്ങി നമ്മൾ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ TV-യിൽ കാണിച്ച ഒരു സ്ക്രോളിംഗ് കണ്ടു. ഈ കേസിലെ പ്രതി ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിഷ്കളങ്കനാണ് എന്ന്. വളരെ കുറച്ച് സമയമേ ഇവിടെ സംസാരിക്കാനുള്ളൂ. എങ്കിലും അയാളുടെ അല്ലെങ്കിൽ ആ നികൃഷ്ട ജന്മത്തിന്റെ ഈ ജാമ്യം കോടതി അംഗീകരിച്ചാൽ നമ്മൾ സിനിമാ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെ നമ്മൾ പ്രതിരോധിക്കണം. വിടരുത്, ഇവിടെ ഒരുത്തനും വിടരുത്. ഓരോ പെണ്ണും നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. നിങ്ങൾക്കറിയോ എത്ര സ്ത്രീകളുടെ കരച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്? എത്ര അമ്മമാർ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെന്ന്? ഈ കുട്ടിക്ക് ഇത് സംഭവിച്ച ആ നിമിഷം മുതൽ വീട്ടിലിരുന്ന് ദൈവമേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് വടക്കാഞ്ചേരി കേസും. ഇവിടെ ഒരു ചെറിയ സംഭവം, ജല്ലിക്കെട്ട്, ഒരു ചെറിയ സമൂഹത്തിന്റെ പ്രശ്നമാണത്. ആ ജല്ലിക്കെട്ടിന് വേണ്ടി ഒരു സമൂഹം മുഴുവനും പ്രതിരോധത്തിനിറങ്ങി അതിശക്തമായി അവരവരുടെ അവകാശം നേടിയെടുത്തു. നമ്മളിവിടെ രാജ്യത്തിന്റെ മുഴുവൻ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ഈ പോരാട്ടം നമ്മൾ എറണാകുളത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് കൊണ്ടോ നിർത്തരുത്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമ സീരിയൽ താരങ്ങൾ തിരുവനന്തപുരത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക്
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമ TV താരങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരും ഇതൊന്നും ഒരു ചുവട് പോലും പുറകോട്ട് പോകരുത്. അപ്പോൾ ഈ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ നരാധമന്മാർക്ക്, നികൃഷ്ട ജീവികൾക്ക് രാഷ്ട്രീയക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. ഈ നരാധമന്മാരെ രാഷ്ട്രീയക്കാർ ഇനി ഒരിക്കലും സഹായിക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇവന്മാർക്ക് ഈ ശിക്ഷ എന്ന് പറയുന്നത് സാധാരണ ശിക്ഷ കൊടുത്താൽ പോരാ. ഭാഗ്യലക്ഷ്മിയുടെ വികാരത്തോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവനെയൊക്കെ പിടിച്ച് കാസ്ട്രേറ്റ് ചെയ്യണം. ഇവന് തലമുറ ഉണ്ടാവരുത്. ഇവന്റെ അടുത്ത തലമുറ പോലും മനുഷ്യനെതിരായിട്ട്, മനുഷ്യ രാശിക്കെതിരായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇവന് അടുത്ത തലമുറ പോലും ഉണ്ടാകരുത്. അപ്പോ ഈ ഒരു കൂട്ടായ്മ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമല്ല, കേരളം മാത്രമല്ല, ഈ ഇന്ത്യയിൽ മുഴുവനും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സഹോദരിക്കുണ്ടായ അനുഭവം ഇനി ഒരു സഹോദരിക്ക് ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവരുത്. ഒരു സാധാരണ ഒരു സെലിബ്രിറ്റി എന്നല്ല, ഒരു സ്ത്രീക്കും ഉണ്ടാവരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്ത്രീയെ ഈ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവനല്ല പുരുഷൻ. സ്ത്രീയെ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ് പുരുഷൻ. അത് മനസ്സിലാക്കാത്തവന്മാരാണ് ഇവന്മാരൊക്കെ. അപ്പോ എല്ലാ ഇനിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ആ കുട്ടിക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ മാത്രമേ ആ കുട്ടിയോടൊപ്പം ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആ കുട്ടിക്ക് പ്രയോജനമാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഒരടി പോലും പുറകോട്ട് പോകരുത്. ഇവന്മാർക്ക് ഏറ്റവും വലിയ സാധാരണഗതിയിൽ ഈ എളുപ്പത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഴുതി ജാമ്യം കൊടുത്ത് വിടാവുന്ന വകുപ്പുകൾ ചേർത്ത് ഇവന്മാരെ കേസ് ചാർജ് ചെയ്യും. അതിന് അനുവദിക്കരുത്. ഒരു കാരണവശാലും ഇവൻ പുറത്തിറങ്ങാതിരിക്കാനുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് തന്നെ കേസ് ചാർജ് ചെയ്യപ്പെടണം. അതിന് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള കഴിവുണ്ട്, നമുക്ക് അതിനുള്ള സംഘടനാ ശക്തിയുണ്ട്. അപ്പോൾ ആ സംഘടനാ ശക്തി ഉപയോഗിച്ച് നമ്മൾ അതിന് ശ്രമിക്കണം. ഒരു കാരണവശാലും ഇവന്മാർ പുറത്തിറങ്ങരുത്. ഇനിയൊരു കർമ്മം ഇവന്മാർ ഇതുപോലെ ചെയ്യരുത്. നന്ദി. ശ്രീ വിനോദ് വൈശാഖി, പുരോഗമന കലാസാഹിത്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി. പ്രിയമുള്ളവരെ, കേരളം ഇന്നും വിവിധ സംഭവങ്ങളുടെ ചരിത്രപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമ പ്രവർത്തകരും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്നവരുമാണ്. മോശപ്പെട്ട കാലമെന്ന് തോന്നിയാൽ ആ മോശപ്പെട്ട കാലത്തിന്റെ ഉടുവസ്ത്രം. KS സമരത്തിൽ ജീവനക്കാരുടെ പങ്കാളിത്തം തീർത്തും കുറഞ്ഞു. 80% പേർ ഇന്ന് ജോലിക്ക് ഹാജരായി. 56.5% ജീവനക്കാർ പഞ്ച് ചെയ്തു. പഞ്ച് ചെയ്തവർ ആരും ഇന്ന് സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് സൂചന. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ 24 മണിക്കൂർ രാപ്പകൽ സമരം ആരംഭിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിനെതിരായ ഒരു വിഭാഗം ജീവനക്കാരുടെ സമരത്തിൽ പങ്കാളിത്തം കുറഞ്ഞു. 56.5% ജീവനക്കാരും പഞ്ച് ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചതായാണ് കണക്കുകൾ. ടൂറിംഗ് ഓഫീസേഴ്സ്, അവധിയിലുള്ളവർ തുടങ്ങിയവരെ കൂടി പരിഗണിച്ചാൽ 80%-ലധികം ജീവനക്കാർ ഹാജരായി. പഞ്ച് ചെയ്തവരാരും ഇന്ന് സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് പൊതുഭരണ വകുപ്പ് ശേഖരിച്ച കണക്കുകൾ. ഒപ്പിട്ടതിനു ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കടുത്ത നിലപാടിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് അനുകൂല സംഘടന ആരംഭിച്ച 24 മണിക്കൂർ രാപ്പകൽ സമരം KPCC അധ്യക്ഷൻ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. 35 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ അനിശ്ചിതകാലത്തേക്ക് ഒപ്പിട്ടതിനു ശേഷം പേന താഴ്വെക്കൽ സമരത്തിനും കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജയിൽ IG H ഗോപകുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തടവുകാർക്ക് ജയിലിനുള്ളിൽ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതിന് കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. ആക്ഷേപമുയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് കോടതി അനാവശ്യ വ്യവഹാരങ്ങൾക്ക് മുതിരരുതെന്ന് ഹൈക്കോടതി. ശങ്കർ റെഡ്ഡി ഉൾപ്പെടെയുള്ളവർക്ക് DGP ആയി പ്രമോഷൻ നൽകിയത് സംബന്ധിച്ച കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ വാക്കാൽ പരാമർശം. മുൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭായോഗം എടുത്ത തീരുമാനം നിയമവിരുദ്ധമാണെന്ന ത്വരിത പരിശോധനാ റിപ്പോർട്ടിലെ പരാമർശമാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. മന്ത്രിസഭായോഗം എടുക്കുന്ന തീരുമാനങ്ങൾ നിയമവിരുദ്ധമെന്ന് പറയാൻ വിജിലൻസിന് എന്ത് അധികാരമാണ് ഉള്ളതെന്നും കോടതി ചോദിച്ചു. CK ജാനു ഗോത്രമഹാസഭയ്ക്ക് വേണ്ടി BJPയിൽ നിന്നും NGOകളിൽ നിന്നും ഫണ്ട് വാങ്ങുന്നതായി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ബിജു കാക്കത്തോട്.
13 വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മുത്തങ്ങ അനുസ്മരണം ഇങ്ങനെയാണ് നടത്തിയതെന്നും ബിജു പറഞ്ഞു. ആദിവാസികളെ സംഘപരിവാർ കൂടാരത്തിലേക്ക് നയിക്കുന്നുവെന്നാരോപിച്ച് JRS വിട്ട ബിജു ഗോത്രമഹാസഭയിൽ നിന്നും NDA വയനാട് ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും രാജിവെച്ചു. ആദിവാസി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായല്ല CK ജാനു ശ്രമിക്കുന്നത്. ഭൂവിഷയങ്ങളിലടക്കം സർക്കാർ നടപടികൾ പുരോഗമിക്കവേ ഇതിന് തുരങ്കം വയ്ക്കുകയാണ് CK ജാനു. സംഘടനയിൽ ജനാധിപത്യ രീതിയിൽ നിന്നും BJPയിൽ നിന്നും മറ്റ് NGOകളിൽ നിന്നും ഫണ്ടുകൾ വാങ്ങി മറ്റ് അജണ്ടകൾ നടപ്പാക്കുവാനാണ് CK ജാനു ശ്രമിക്കുന്നതെന്നും ബിജു പറഞ്ഞു. ഗോത്രമഹാസഭയെ സംബന്ധിച്ച് ₹1 നീക്കിയിരിപ്പ് പോലും സംഘടനയ്ക്ക് ഇപ്പോൾ നിലവിലില്ല. സംസ്ഥാന സെക്രട്ടറിയായ എൻ്റെ അറിവിൽ സംസ്ഥാന തലത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഖരണം നടത്തിയിട്ടുമില്ല. അപ്പോൾ ഈ പരിപാടി ശരിക്കും വയനാട് ജില്ലയിൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മരണമടഞ്ഞ ജോഗി അണ്ണൻ്റെ ആ ഒരു ആത്മാവിനെ പോലും വിറ്റ് വിലയാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് CK ജാനു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BJPയെ വിമർശിക്കുകയും BJPയിൽ നിന്ന് ഫണ്ട് വാങ്ങുകയും ചെയ്യുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചതെന്നും ബിജു പറഞ്ഞു. ഒരു ഭാഗത്ത് ഫണ്ടുകൾ വാങ്ങുമ്പോൾ മറുഭാഗത്ത് BJP വിമർശിക്കുകയും മറുഭാഗത്തു നിന്നും ഫണ്ടുകൾ വാങ്ങിക്കൊണ്ടുമാണ് CK ജാനു പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അംഗീകരിക്കാൻ നമുക്ക് നമ്മളുടെ കൂടെയുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CK ജാനുവിന്റെ രാഷ്ട്രീയ നിലപാടോടെ CK ജാനുവിന്റെയും M ഗീതാനന്ദിന്റെയും നേതൃത്വത്തിൽ ഗോത്രമഹാസഭ 2 പിളർന്നിരുന്നു. മുത്തങ്ങ ദിനാചരണവും 2 പിരിഞ്ഞാണ് ഇവർ സംഘടിപ്പിച്ചത്. ഇതിനിടയിലാണ് ജാനു രൂപീകരിച്ച് NDAയോട് സഹകരിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭയിലും പിളർപ്പുണ്ടാവുന്നത്. സംസ്ഥാന തലത്തിൽ പുതിയ ആദിവാസി സംഘടനയ്ക്ക് രൂപം നൽകാനൊരുങ്ങുകയാണ് ജാനുവിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഗോത്രമഹാസഭയിൽ നിന്നും വിട്ടുപോകുന്നവർ. ന്യൂസ് ബ്യൂറോ, വയനാട്.